കാസർഗോഡ് റീസർവേയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന കരാർ ജീവനക്കാരെ ശമ്പളം നൽകാതെ പിരിച്ചുവിട്ട് സർക്കാർ. 4 മാസത്തെ ശമ്പളം നൽകാതെ 200ഓളം കരാർ ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത്. കുടിശ്ശിക നൽകുന്നത് സംബന്ധിച്ച് ഇപ്പോൾ ബന്ധപ്പെട്ടവരിൽ നിന്ന് യാതൊരു മറുപടിയുമില്ല. ജീവനക്കാർ കൂട്ടമായി പരാതി നൽകാൻ ജില്ലാ കളക്ടർക്ക് മുന്നിലെത്തി. കാസർഗോഡ് നിന്നും അനൂപ് നീലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാസർഗോഡ് ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകൾ അതുപോലെ തന്നെ നഗരസഭകൾ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഡിജിറ്റൽ സർവേയിൽ ഏർപ്പെട്ടു വന്ന താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. മുന്നറിയിപ്പില്ലാതെയാണ് പിരിച്ചുവിട്ടതെന്നും അവർക്ക് 4 മാസത്തെ കുടിശ്ശിക നൽകാനുമുണ്ടെന്നുമാണ് പറയുന്നത് ശമ്പളമായിട്ടുള്ളത്. ഇതിന്റെ കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിയാം. എപ്പോഴാണ് പിരിച്ചുവിട്ടത്? ഇതിപ്പോൾ ഈ മാസം നമുക്ക് ഇങ്ങനെ ഒരു അറിയിപ്പില്ലാണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊരു ഓർഡർ വന്നു. ഒരു രാത്രിയിലാണ്, വൈകുന്നേരമാണ് വരുന്നത്. ഇങ്ങനെ നാളെ തൊട്ട് നിങ്ങൾ, അതായത് ഈ 1-ാം തീയതി തൊട്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ നിങ്ങളെ കരാറെല്ലാം റദ്ദാക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നുള്ളൊരു ഇതാണ് നമുക്ക് പ്രതികരിക്കാനോ അല്ലെങ്കിൽ ആരുടെ ഒന്ന് സഹായം അഭ്യർത്ഥിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായി. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖാന്തരം ടെസ്റ്റ് ചെയ്ത് റാങ്ക് ലിസ്റ്റൊക്കെ എടുത്ത ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ ഒരു കിംബദന്തി വർക്കെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പുറംപാതിൽ നിയമനത്തിലൂടെ വന്ന ആൾക്കാരെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ വെറുതെയാണ്, അതിലൊന്നും ഒരു സത്യമില്ല. എല്ലാവരും പറഞ്ഞാൽ നല്ല ടാലൻറ്റോടു കൂടി നല്ല റാങ്ക് ലിസ്റ്റ് പ്രകാരം വന്ന ആൾക്കാരാണ്. എല്ലാവരും ഓരോരോ കഴിവിൻ്റെ മാക്സിമം ഈ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. രാപ്പകലില്ലാതെ കുന്നും മലയും എല്ലാം കയറി ഈ വെയിലും മഞ്ഞൊക്കെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട്. എത്ര മാസത്തെ ഇത് ശമ്പളം കുടിശ്ശികയായിട്ടുണ്ട്? 4.5 മാസത്തെ ശമ്പളം കുടിശ്ശികയായിട്ടുണ്ട്. ഇത് മാർച്ച് പകുതി തൊട്ടിട്ട് ഇങ്ങോട്ടേക്കുള്ള എല്ലാം പെൻഡിങ് ആണ്. എത്രയാണ് നിങ്ങൾക്ക് കിട്ടാനുള്ള തുക ഓരോ മാസവും വെച്ച്? നമ്മൾക്കിപ്പോൾ ഒരു മാതിരി 20,000 അടുത്ത് വരുന്നുണ്ട്. പക്ഷേ അതിലിപ്പോൾ പറഞ്ഞാൽ അതിപ്പോൾ അടുത്ത് കൂട്ടിയതാണ്. അതിനു മുമ്പേ 18,000 ചില്ലറ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് ഇപ്പോൾ അധികാരികളായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയ മറുപടി? സർക്കാർ തലത്തിൽ നിന്ന് അവർ പറയുന്നത് വെച്ചാൽ ഫണ്ടിൻ്റെ ലഭ്യതയില്ല, പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ഒരുപാട് കടത്തിലാണ്, പിന്നെ ഫണ്ട് റേസ് ചെയ്യാനുള്ള സോഴ്സ് കാണുന്നില്ല. അത് മാത്രമല്ല ഇപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഓണത്തിന് മുമ്പേ കുറച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പോൾ 1 മാസത്തിൻ്റെ ഉള്ളിൽ തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് മാസങ്ങൾ ഇങ്ങനെ പിന്നിട്ടു. 4 മാസത്തെ ഇപ്പോൾ ബാക്കിയുണ്ട്. നമ്മളിപ്പോൾ കാസർഗോഡ് ജില്ലയിൽ മാത്രം 200 അടുത്ത ആൾക്കാർക്കുണ്ട്. അതിൽ CS മാറുണ്ട്, CH മാറുണ്ട്, അതായത് സർവേയർമാരുണ്ട്, ഹെൽപ്പർമാരുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും വ്യത്യസ്ത റേറ്റ് ശമ്പളം ഇതാണ് ഉള്ളത്. പക്ഷേ ഇതുവരെ ആയിട്ടും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലോ അല്ലെങ്കിൽ സർക്കാർ തലത്തിലോ യാതൊരു ഒരു ഉറപ്പുമില്ല. ഇതെപ്പോൾ കിട്ടുന്നോ അല്ലെങ്കിൽ എങ്ങനെ തരുന്നോ ഇല്ല ഇതിനെക്കുറിച്ച് യാതൊരു ഉറപ്പ് നമുക്ക് കിട്ടുന്നില്ല. കാസർഗോഡ് ജില്ലയിൽ ഡീറ്റെയിൽ സർവേയിൽ ഏർപ്പെട്ടു വന്ന വിവിധ പഞ്ചായത്തുകളിലായിട്ട് ഏർപ്പെട്ടു വന്ന 200-ൽ പരം ജീവനക്കാർക്ക് 4 മാസത്തെ ശമ്പളം ലഭിക്കാനുണ്ട്. അതിപ്പോൾ കുടിശ്ശികയായി കിടക്കുകയാണ്. അതേസമയം ഈ കരാർ ജീവനക്കാരെ പിരിച്ചുവിട്ടു എന്ന വിവരമാണ് ലഭിക്കുന്നത്. അവരുടെ ശമ്പളം നൽകാനുള്ള ശമ്പളം അവരുടെ കൈകളിലേക്ക് എത്തിക്കാതെയാണ് അവരെ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരാതി സമർപ്പിക്കുവാനായി കളക്ടറേറ്റിലേക്ക് ഇവരുടെ പ്രതിനിധികൾ എത്തിയിരിക്കുകയാണ്. 200ഓളം പേർക്കാണ് ശമ്പളം നൽകാനുള്ളത്. അത് 20,000 മുതൽ അങ്ങോട്ട് തുടങ്ങുന്നതാണ് ശമ്പള നിരക്ക്. ഇതാണ് കുടിശ്ശികയായിട്ടുള്ളത്. കാസർഗോഡ് നിന്നും ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്.